ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര തൻ്റെ മക്കളുടെ ഫോട്ടോസൊക്കെ എടുത്ത് പിടിച്ച് നോക്കി ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക. എൻ്റെ മക്കളെ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എന്നെ മറന്നോ എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ അവിടെ ആ ഒരു വിഷമത്തിൽ സുമിത്ര ഇരിക്കുമ്പോൾ ഇവിടെ സ്വരമോള് ഡാഡിയും മമ്മിയും എന്നെ ഒന്ന് വിളിക്കുന്നു പോലും ഇല്ലല്ലോ എന്നും പറഞ്ഞു ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ. സ്വരമോളെ വേണ്ടേ നിങ്ങൾക്കെന്നൊക്കെ ചോദിച്ച് അങ്ങനെ കുഞ്ഞു നിന്ന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ കുഞ്ഞിൻ്റെ സങ്കടവും സുമിത്രയുടെ സങ്കടവും അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ പൂജ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രിയായി ഇങ്ങനെ നടന്നു വരുന്നു. അപ്പോഴേക്കും ഒരാൾ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പൂജ അയാളോട് ദേഷ്യപ്പെട്ടു. ഹെൽമെറ്റ് മൊത്തത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് ആളെ വ്യക്തമായില്ല പൂജയ്ക്ക്. അപ്പോൾ വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ പൂജ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ തന്നെ വണ്ടിയിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ താൻ കൊണ്ടുപോടോ, എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോ കാണട്ടെ എന്നും പറഞ്ഞു നമ്മുടെ പൂജ. താൻ എന്താ എന്നെക്കുറിച്ച് കരുതിയത്? കുറേ നേരമായല്ലോ പുറകെ കൂടിയിട്ട്. അവന് നാടറിയണം, പേരറിയണം, തന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല എന്നൊക്കെ പറഞ്ഞപ്പം താൻ എന്ത് ചെയ്യും? ഇടിച്ചിടുവോ? അതോ പോലീസിനെ വിളിക്കുമെന്നൊക്കെ ചോദിച്ചു. ഇത് രണ്ടും ചെയ്യില്ല. വേണമെങ്കിലേ നിനക്ക് 2 ഞാൻ തരാം, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. തന്നെ തൊട്ടാലേ എൻ്റെ കൈ നാറുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അപ്പുവാണെന്നുള്ളത് നമ്മുടെ പൂജ അറിയുന്നില്ല. പിന്നെ താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വീട്ടിലെ ആണൊരുത്തനുണ്ട്, അപ്പു എന്ന് പറയും. ഒരു കോള് ചെയ്താൽ മതി, അവൻ പാഞ്ഞെത്തും. അങ്ങേര് വന്നാലേ ഒടിയാത്തൊരു എല്ല് പോലും തൻ്റെ ശരീരത്തിൽ കാണില്ല എന്ന് പറഞ്ഞു. താൻ എന്താ കരുതത്? നീ പറഞ്ഞപ്പോൾ നിൻ്റെ വണ്ടിയിൽ ഞാൻ കയറുമെന്നോ, അല്ലെങ്കിൽ തന്നെ പേടിച്ച് ഞാൻ ഓടുമെന്നോ? തന്നെ പോലുള്ള രോഗികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് പൂജ നടക്കുമ്പോൾ താൻ നിന്നേ. വേണമെങ്കിലേ തന്നെ ഞാൻ തട്ടിയെടുത്ത് കൊണ്ടുപോയേനെ. കൊണ്ടുപോടാ, അതൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഇത്. തൻ്റെ വീട്ടിൽ ആണൊരുത്തനുണ്ടെന്നല്ലേ പറഞ്ഞത്? ആദ്യം അവനെ വിളിക്കും, അവൻ വരട്ടെ. അവനെ ഇടിച്ച് അവൻ്റെ എല്ലാം ഒടിച്ചതിന് ശേഷം ഞാൻ നിന്നെ എടുത്തോണ്ട് പോകാം. എന്താ, അവൻ പാഞ്ഞെത്തുന്നല്ലേ പറഞ്ഞത്? നീ വിളിക്ക്. അതെ, അവൻ വരും. അവൻ വന്നാലേ തൻ്റെ കഥ കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വിളിക്കുമ്പോൾ അപ്പുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അപ്പോൾ പൂജയ്ക്കൊരു സംശയം, ഇതെന്താ പറ്റിയെന്ന്. അപ്പോഴേക്കും നമ്മുടെ അപ്പു തലയിൽ നിന്ന് ഹെൽമെറ്റ് ഊരി. എന്താടോ ഇത്? എൻ്റെ ബൈക്ക് കണ്ടിട്ട് പോലും ഞാനാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പു. എന്ത് മണ്ടിയാടി നീ? ഇരുട്ടായതിനാലേ ബൈക്കൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലെന്നും പിന്നെ ഹെൽമെറ്റ് പുതിയതല്ലേന്ന് ചോദിച്ചു. ഞാനിതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ, ശബ്ദം മാറ്റി പറഞ്ഞതുകൊണ്ട് എനിക്കതും മനസ്സിലായില്ല എന്നും പറഞ്ഞു. ഈ ഡ്രസ്സും ആദ്യമായിട്ട് ഇടുന്നതാണോ? അല്ല, താൻ എന്നെ ശരിക്കും ഗവനിച്ചില്ല, അതാണെന്നും പറഞ്ഞു അപ്പു. പിന്നെ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. നടന്നാലും എന്നെ തൊടാനേ ആരും ധൈര്യപ്പെടില്ല. ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഉവ്വ നല്ല ധൈര്യമൊക്കെ ഉണ്ട്, സമ്മതിച്ചു. വീരനായൊരു പോരാളി വിളിപ്പുറത്തുള്ളപ്പോൾ ഞാനെന്തിനു പേടിക്കണമെന്ന് ചോദിക്കുക പൂജ. അങ്ങനെ ഇവർ നിൽക്കുമ്പോൾ അപ്പു ഹീറോ അല്ലേ? അത്രയ്ക്ക് ഗമയൊന്നും വേണ്ട കേട്ടോ എന്ന് പൂജ. താൻ വാ പോവാം എന്ന് പറഞ്ഞ് 2 പേരും കൂടി അവിടെ നിന്ന് പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് ഒരു ചെറിയ പാനിപ്പൂരി കട കണ്ടു. അവിടുന്ന് 2 പേരും കൂടെ പാനിപ്പൂരിയൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ ഇരുന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പുവും പൂജയും കൂടി ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ നമ്മുടെ പൂജ കഴിക്കുന്നതൊക്കെ അപ്പു ഇങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുക. അങ്ങനെ 2 പേരും കൂടെ കണ്ണും കണ്ണൊക്കെ ഉടക്കി 2 പേരുടെ ഇടയിൽ ഒരു കുഞ്ഞ് പ്രണയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ 2 പേരും കൂടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞത് ശേഷം നമ്മുടെ സുമിത്രയെ ഫുഡ് കഴിക്കാനായിട്ട് ചിത്ര വിളിച്ചു. സുമിത്ര ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ മക്കളുടെ കാര്യം ചോദിച്ചു. അവർ 2 പേരും കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരുള്ളൂ, 2 പേരും കൂടെ പുറത്തോടേക്ക് ഒന്ന് കറങ്ങുക, താമസിച്ചേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാമായിരുന്നു എന്നേരം സുമിത്ര പറഞ്ഞു. അപ്പോഴേക്കും ദീപു അങ്ങ് വന്നു. അവർ പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ വരൂ എന്നൊക്കെ ചിത്ര നേരം പറഞ്ഞേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് വീട്ടിലെ ഭക്ഷണത്തേക്കാൾ പ്രിയം പുറത്തെ ഭക്ഷണമാണ്. പകലിനേക്കാൾ കൂടുതൽ രാത്രിയുമാണ് ഇഷ്ടം. മുമ്പ് ഞാനൊക്കെ 6 മണിക്ക് അപ്പുറം പോകില്ലായിരുന്നു എന്നൊക്കെ ദീപു. 6 മണിക്ക് മുൻപ് വീട്ടിലെത്തിയില്ലെങ്കിലേ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കേ ഉറപ്പായിരുന്നു. ചേച്ചി മോശമൊന്നും ആയിരുന്നില്ല കേട്ടോ എന്നൊക്കെ ദീപു ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കളെ അങ്ങനെ കയറൂരി വിടരുത്, കുറച്ച് നിയന്ത്രണമൊക്കെ വേണം നമ്മുടെ സുമിത്ര പറഞ്ഞപ്പോൾ ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, 2 പേരും അങ്ങനെ വഴി തെറ്റിയൊന്നും പോവില്ല. അപ്പം നിൻ്റെയും രോഹിത്തിൻ്റെയും മക്കളല്ലേ, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടി കാണുമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയുക. ഇവിടുന്ന് പോയാൽ പിന്നെ
ഞാൻ ഈ രാത്രി കറക്കത്തിനൊന്നും അവളെ വിടില്ല, എൻ്റെ അടുത്ത് തന്നെ പിടിച്ച് നിർത്തും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സുമിത്ര. അന്നേരത്തേക്കും ദീപു ചോദിച്ചു, ചേച്ചി ഇവിടുന്ന് പോവാനോ? എങ്ങോട്ട് പോവാൻ? അത് പിന്നെ ഞാനും പൂജയും രോഹിത്തിൻ്റെ വീട്ടിലേക്ക് താമസം മാറിയാലോ എന്ന് ആലോചിക്കുകയാണെന്ന് പറഞ്ഞപ്പം, രോഹിത്തിൻ്റെ വീട്ടിലോ? ചേച്ചി അവിടെ രഞ്ജിതയും ഫാമിലിയല്ലേ താമസിക്കുന്നത്? നമ്മൾ പോകുമ്പോൾ അവരവിടെ നിന്ന് ഇറങ്ങണം. പൂജയ്ക്ക് അവകാശപ്പെട്ടൊരു വീടല്ലേ അത്, അവിടെ താമസിക്കേണ്ടത് ഞങ്ങളാണെന്ന് പറഞ്ഞു. ചേച്ചി അത് അവരുടേതാണെന്നല്ലേ അവർ പറയുന്നത്, അപ്പോൾ പറഞ്ഞാൽ പോരല്ലോ. ചേച്ചിയും പൂജയും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട, ദേ ഇവിടെ ഞങ്ങളോടൊപ്പം തന്നെ താമസിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അനിയൻ പറഞ്ഞു. ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോകാനെന്നും അനിയൻ പറയുക. ചേച്ചി ഇത് ചേച്ചിയുടെയും കൂടെ വീടല്ലേ, ചേച്ചിക്ക് പിന്നെ എന്തിനാ ഇവിടെ നിന്ന് പോകാൻ ഇത്ര നിർബന്ധമെന്ന് ചോദിച്ചപ്പോൾ, ഇതെൻ്റെയും കൂടെ വീടല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയാൽ എനിക്ക് ഇങ്ങോട്ട് വരാമല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും വരാമല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു സുമിത്ര. സ്ഥിരമായി ഇവിടെ താമസിക്കുന്നത് ശരിയല്ലെന്നും എൻ്റെ അനിയൻ്റെ വീടായാൽ പോലും എന്നും സുമിത്ര പറയുവാണ്. മുൻപേ ഞാൻ തീരുമാനിച്ചതായിരുന്നു രോഹിത്തിനും പൂജയ്ക്കുമൊപ്പം രോഹിത്തിൻ്റെ വീട്ടിലേക്ക് മാറാനായിട്ട്. ശ്രീനിലയം പോലും ഞാൻ ഉപേക്ഷിച്ചത് അങ്ങനെ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടിയായിരുന്നു എന്നും സുമിത്ര ഇരുന്ന് പറയുക. പക്ഷേ വിധി ഞങ്ങളെ അതിനനുവദിച്ചില്ലെന്നും. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ചിത്രയ്ക്കും അതുപോലെ ദീപുവിനും സങ്കടമായി. രോഹിത്തിൻ്റെ ഓർമ്മകളുള്ള ആ വീട്ടിൽ എനിക്കും പൂജയ്ക്കും താമസിക്കണമെന്നും സുമിത്ര തർപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ അതിനെതിരൊന്നും പറയരുതെന്നും. അപ്പം ഞാനെതിര് പറഞ്ഞിട്ട് എന്താ ചേച്ചി കാര്യം? ചേച്ചി ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ തീരുമാനം ചേച്ചി മാറ്റത്തില്ലല്ലോ. അല്ല, പൂജ അതിന് സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അത് സമ്മതിപ്പിക്കണമെന്നും പൂജ മാത്രമല്ല പിന്നെ എൻ്റെ മക്കളും മരുമക്കളും എൻ്റെ കൂടെ അവിടെ താമസിക്കണം, അതാണ് എൻ്റെ ആഗ്രഹമെന്നൊക്കെ സുമിത്ര ഇങ്ങനെ തൻ്റെ ആഗ്രഹങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ ചേച്ചി ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവരെ വിളിച്ചതാണ്. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒന്നിനും ഒരു താല്പര്യം കാണിക്കാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നുള്ള കാര്യം ചിത്ര അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എന്തായാലും നീ എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ തരണം, ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ് സുമിത്ര. അപ്പോൾ മക്കൾക്കും സുമിത്രയുടെ അരികിലേക്ക് വരാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് ചിത്രയും ദീപവും സംസാരിച്ചത്. അങ്ങനെ മക്കളുമായി രോഹിത്തിൻ്റെ വീട്ടിൽ ഒന്നിച്ച് താമസിക്കാൻ കൊതിച്ച സുമിത്ര മക്കളെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യം അറിഞ്ഞ് ഞെട്ടി ശരിക്കും പറഞ്ഞു. അതുപോലെ തന്നെ വക്കീലിനെ കുറിച്ചും ഒക്കെ. അങ്ങനെ നമ്പർ തരാമെന്നും പറഞ്ഞു ദീപു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വിശ്വനും അതുപോലെ ഭാര്യയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ സ്വരമോൾ എവിടെ? സ്വരമോളെ വിളിക്കുക, കുട്ടിയൊന്നും കഴിച്ചില്ലല്ലോ, മുറിയിൽ കയറിയിട്ട് എത്ര നേരമായി എന്നൊക്കെ വിശ്വൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ വിളഞ്ഞ വിത്താണെന്നും അവൾ സന്ധ്യ ഞാൻ വിളിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രാണ്ടിത്തരങ്ങളാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുക. വിശക്കുമ്പോൾ താനെ വന്ന് എടുത്ത് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വിശ്വൻ പറഞ്ഞു, അവൾ കൊച്ചു കുഞ്ഞല്ലേ, നീ ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. അപ്പോഴേക്കും നമ്മുടെ സ്വരമോൾ അതിലിങ്ങ് ഇറങ്ങി വന്നു. ദേ കണ്ടോ, അവൾ ഇറങ്ങി വന്നത് കണ്ടോ, അവൾക്കേ വിശക്കുന്നുണ്ടെന്നോ തോന്നുന്നതെന്നും പറഞ്ഞിങ്ങനെ പ്രേമ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും കൊച്ചിച്ചിരി വെള്ളം എടുത്ത് ഒഴിക്കാൻ നോക്കുന്നുണ്ട്, കൈയൊക്കെ വിറയ്ക്കുക. വിശപ്പും ക്ഷീണവും തളർച്ചയും വിഷമവും ഒക്കെ ഉണ്ട് അവൾക്ക്, പാവം ആകെ വാടിപ്പോയെന്ന് വിശ്വൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ കൊച്ചു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പ്രേമേ നീ മുറിയിലേക്ക് ചെല്ല്, ഞാൻ മോളെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കാവെന്നും പറഞ്ഞ് വിശ്വൻ അങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും തുള്ളിച്ചാടി പ്രേമ മുറിയിലേക്ക് കയറിപ്പോയി. പ്രേമ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് നമ്മുടെ വിശ്വൻ. മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ഡാഡിയോടും മമ്മിയോടും സ്വരം മോളുടെ അടുത്തേക്ക് വരാൻ പറ മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞപ്പോൾ, മോളെ ഇതൊക്കെ മുത്തശ്ശൻ ട്രൈ ചെയ്യാത്ത കാര്യങ്ങളാണോ, അവർ വരാത്തതല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശൻ. സന്ധ്യ ആൻറ്റിയെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്ധ്യ ആൻറ്റി ഇപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞു കൊച്ചു കരച്ചിൽ. അങ്ങനെ പറഞ്ഞോ മുത്തശ്ശനാകെ കുഴപ്പത്തിലാവില്ലേ? ദേ ആദ്യം മോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുക, അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. എനിക്കറിയാം മുത്തശ്ശൻ വിളിക്കില്ല എന്ന് എനിക്കറിയാം, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ കള്ളം പറയുന്നത്. അല്ല മോളെ, എൻ്റെ പൊന്നുമോൾ ഫുഡ് കഴിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. മുത്തശ്ശൻ കൊണ്ടുവന്ന ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളൊക്കെ മോൾക്ക് തരട്ടെ എന്ന് ചോദിച്ചു. അല്ലെങ്കിലേ അതൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം തരാം അല്ലേ, അപ്പം എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞു കൊച്ച്. അങ്ങനെ പറയാതെ മോളെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ. മോള് ഭക്ഷണം കഴിച്ചേ പറ്റുമെന്നും പറഞ്ഞു. മുത്തശ്ശ എന്നെ എൻ്റെ ഡാഡി വിളിച്ചിട്ടും അമ്മമ്മ ഫോൺ തന്നില്ലല്ലോ, ഡാഡിയുടെ ഫോൺ നമ്പർ അമ്മാമ്മയുടെ ഫോണിൽ നിന്ന് എടുക്കാൻ നോക്കിയതല്ലേ സന്ധ്യ ആൻറ്റിയെ ഇറക്കി വിട്ടത്.
പിന്നെ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കൊച്ചു ചോദിക്കാം. ആൻറ്റി വന്നാലും ഞാൻ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നുമോൾ വാശി പിടിക്കരുതെന്ന് പറഞ്ഞു മുത്തശ്ശൻ. ഞാനിപ്പോൾ മോൾക്ക് എന്താ വേണ്ടത്, ഡാഡിയെ വിളിക്കണം, നമുക്ക് വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേ ഫോണിനെടുത്ത് വിളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സുമിത്ര ഇങ്ങനെ അവിടെ ആകെ തളർന്ന് നിരാശപ്പെട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദേ നമ്മുടെ പൂജ അങ്ങോട്ടേക്ക് വന്നു. പൂജ അങ്ങ് വന്ന് അമ്മയായിട്ട് സംസാരിച്ച് ഇത്രയും താമസിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പൂജ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുക. അപ്പോഴേക്കും എൻ്റെ പൊന്നുമോള് ജോലി അങ്ങ് റിസൈൻ ചെയ്തേരം ഒരു യുദ്ധത്തിനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു സുമിത്ര. എൻ്റെ മോൾ ഇവിടെ ഇരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ അരികിൽ വിളിച്ചിരുത്തി പൂജയെ. അങ്ങനെ പൂജ ഇങ്ങനെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാനിരിക്കുക. അപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചു. നിന്റെ അച്ഛൻ നിന്നെ മറന്ന് സ്വത്തുവകകളൊക്കെ രഞ്ജിതയുടെ പേരിൽ എഴുതി വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല അമ്മയെന്ന് പറഞ്ഞു പൂജ. പക്ഷേ രഞ്ജിതാൻറ്റി അങ്ങനെയാണല്ലോ പറയുന്നത് എന്ന് പൂജ പറഞ്ഞു. അത് മൊത്തം ഞാനും വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ വക്കീൽ പറഞ്ഞപ്പോൾ അദ്ദേഹം കള്ളം പറയില്ലല്ലോ അമ്മേ എന്നൊക്കെ മകള്. അച്ഛൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് മോളെ, നമുക്കതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു സുമിത്ര. മോള് അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്തിനും ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു പൂജ. ഞാൻ നിൻ്റെ അച്ഛൻ്റെ വക്കീലിനെ വിളിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം ഒന്നും പറയാതെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്തായാലും ദീപുവിനെയും കൂട്ടി നാളെ അദ്ദേഹത്തെ ചെന്നൊന്ന് കാണണമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു പൂജ. നിനക്ക് അവകാശപ്പെട്ട സ്വത്താണ് അതൊക്കെ, അതൊന്നും അന്യാധീനപ്പെട്ട് പോകരുത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അങ്ങനെ അതൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ മോളെ. എനിക്ക് മാത്രമല്ലല്ലോ അമ്മേ, അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ അത്. എനിക്ക് അവകാശപ്പെട്ടതൊക്കെ നിൻ്റേതല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് 3 മക്കളുള്ള കാര്യം അമ്മ മറന്നോ? അവരൊക്കെ കഴുത്തിന് പിടിക്കുമെന്ന് പറഞ്ഞു പൂജ. എൻ്റെ മക്കളെ ഞാൻ മറക്കാനോ? അവരെന്നെയല്ലേ മറന്നതെന്ന് സുമിത്ര അന്നേരം ചോദിക്കുക. പിന്നെ മോളെ, അനന്യയുടെ അച്ഛൻ വിശ്വത്തിൻ്റെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹത്തെ വിളിച്ചാൽ അനിരുദ്ധ് എവിടെയാണുള്ളതെന്നും അറിയാൻ പറ്റുമെന്നും അവൻ്റെ ഫോൺ നമ്പർ മേടിച്ച് നമുക്ക് ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ടെന്താ അമ്മ വിളിക്കാതിരുന്നെന്ന് ചോദിച്ചു. വിശ്വനും പ്രേമയും നല്ല രീതിയിൽ അല്ല പ്രേമയോട് അവർ സംസാരിച്ചത്. അതുകൊണ്ട് വിളിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അമ്മ മടിക്കുന്നത്? അമ്മ അദ്ദേഹത്തെ വിളിക്കുക. ദീപു അങ്കിളിനോട് പെരുമാറിയതുപോലെ അവർ അമ്മയോട് പെരുമാറണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു പൂജ. അങ്ങനെ പൂജ പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കുക. അപ്പോഴേക്കും അവർക്കൊരു കുഞ്ഞുവാവയുള്ള മോൾ എവിടെയാണെന്നും അതുപോലെ ചേച്ചി എവിടെയാണെന്നൊക്കെ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഇതേ സമയത്ത് പിന്നീട് സ്വരമോൾ അവിടെ ഇരിക്കുന്നു. അപ്പോഴേക്കും വിശ്വൻ അങ്ങോട്ടേക്ക് ചെന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സ്വരമോൾ പിണക്കത്തിലാണല്ലോ. സ്വരമോളുടെ പിണക്കം മുത്തച്ഛൻ ഇപ്പം മാറ്റി തരാമെന്നും പറഞ്ഞ് മുത്തച്ഛൻ അടുത്ത് വന്നിരുന്നു. അപ്പോൾ കൊച്ചു എഴുന്നേറ്റ് പോയപ്പോൾ മോൾ എവിടെ പോകുന്നു? സ്വരമോളുടെ ഡാഡി ഇപ്പം മോളെ വിളിക്കും. എന്നെ പറ്റിക്കുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ടും വിളിക്കുമെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. എത്ര ദിവസമായി ഡാഡി എന്നെ വിളിച്ചിട്ട്? ഇന്നെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. ഞാൻ അപ്പുറത്തുണ്ടേ. പിന്നെ ഉറങ്ങേണ്ട സമയമായി. പിന്നെ കുറച്ച് സമയം സംസാരിക്കാവുള്ളൂ. ഇല്ല, ഞാൻ ഇച്ചിരി നേരം സംസാരിക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ മേടിച്ച് കൈ പിടിച്ചങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോണിലേക്ക് ഒരു കോള് വന്നു. ഡാഡി അല്ലല്ലോ വിളിക്കുന്നത്. അപ്പോൾ ഹലോ എന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ അവിടെ നിന്ന് ഹലോ വെക്കുക. അപ്പോഴേക്കും കൊച്ച് ആരാ സംസാരിക്കുന്നതെന്നൊക്കെ സുമിത്ര ചോദിച്ചു. ഇതാരാന്ന് ചോദിച്ചു. വിഷു അല്ലേന്ന് ചോദിച്ചു. അല്ല എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തപ്പം ഇതെന്താ ഇതാരാ ഇത്? ഇനിയിപ്പോൾ വിശ്വത്തിൻ്റെ നമ്പർ അല്ലേ ഇത്? ഏത് കുട്ടിയത്? ഫോൺ കട്ട് ചെയ്തല്ലോ എന്നൊക്കെ സുമിത്ര ഇങ്ങനെ അവിടെ നിന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോഴേക്കും വിശ്വം വീണ്ടും വന്നു. വിശ്വം വന്നപ്പോഴേക്കും കൊച്ചിങ്ങനെ വിഷമിച്ച് ഫോണും കയ്യിൽ പിടിച്ച് അങ്ങനെ ഇരിക്കുവാണേ. അപ്പോൾ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അനിരുദ്ധ വിളിച്ചിട്ടില്ലെന്നുള്ള കാര്യം വിശ്വത്തിന് മനസ്സിലായി. വിശ്വം അങ്ങനെ ചെന്നു. എന്താ എൻ്റെ മോൾക്ക് വീണ്ടും ഒരു സന്തോഷക്കുറവ്? ഡാഡി വഴക്ക് പറഞ്ഞോ? അപ്പോൾ എന്നെ പറ്റിച്ചല്ലേ എന്ന് ചോദിച്ചു. പറ്റിക്കാനോ? അതെ, ഡാഡി വിളിച്ചില്ലല്ലോ. മോളെ, ഡാഡി വിളിക്കുമെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചതാണല്ലോ. എന്നിട്ടെന്താ വിളിക്കാത്തെ? അവനാണ് മോളെ പറ്റിച്ചത്. ഓർമ്മ കാണത്തില്ല. അല്ലെങ്കിലും മോളെക്കുറിച്ച് അവൻ എപ്പോഴാണ് ഓർത്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചു കൊച്ചിനെ സങ്കടപ്പെടുത്തുക. അവൻ അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയായിരിക്കും. അതിനിടയിലും മോളെ നോക്കാനും മോളെ ഓർക്കാനൊക്കെ എവിടെയാ സമയം? മോളോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവൻ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വിശ്വം പറയുന്നത്. എന്നെങ്കിലും അവൻ വിളിച്ചാൽ
മോള് ഫോൺ എടുക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേ നമ്മുടെ മുത്തശ്ശൻ പറയണു. അന്നേരത്തേക്കും കൊച്ചു കരയാൻ തുടങ്ങി. എൻ്റെ മോള് കരയാതെ മോള് കിടക്കാൻ നോക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് സ്വരം മോളെ പിടിച്ച് കിടത്താൻ നോക്കി. പുറങ്ങേണ്ട സമയമല്ലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പിന്നെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും നിർബന്ധിച്ച് അയാൾ ഇങ്ങനെ കൊച്ചിനെ കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഫോണിൽ നിന്ന് ഈ നമ്പർ കാണുന്നത്. നമ്പർ കണ്ടപ്പോഴത്തേക്കും ഇത് ആരാ ഇത് വിളിച്ചത്, ഇത് മോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വൻ തിരിച്ചു വിളിക്കുക. അപ്പോഴേക്കും സുമിത്രയുടെ ഫോണിൽ വിശ്വൻ്റെ നമ്പർ വന്ന് ചെന്നു. അപ്പോൾ വിശ്വൻ തിരിച്ചു വിളിക്കുന്നത് കണ്ടപ്പോഴേക്കും സുമിത്ര അന്താളിച്ച് പോയി. അതെ അയാൾ എന്നെ വിളിക്കുന്നു. വേഗം ചാടി നമ്മുടെ സുമിത്ര ഫോണിനെടുത്തു. ഹലോ ഹലോ ഇതാരാ, എന്താ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നല്ലോ എന്ന് വിശ്വൻ പറഞ്ഞപ്പോൾ ഇത് വിശ്വനല്ലേ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ ആരാ സംസാരിക്കുന്നതെന്ന് അയാൾ ചോദിച്ചപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് ഒരു നിമിഷം ഇങ്ങനെ അന്താളിപ്പാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു വിശേഷമായിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.